നമസ്കാരം. ശ്രീലകം സ്വർണ്ണപ്പണയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതിയും ശ്രീലകം ഫിനാൻസ് മാനേജറുമായ ടിനു തമ്പാനെ കുറത്തിക്കാട് പോലീസ് ഒളിവിൽ കഴിയവേ അറസ്റ്റ് ചെയ്തു. കേസിലെ പ്രധാന സൂത്രധാരന്മാരായ യുവമോർച്ച ആലപ്പുഴ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ രാധാകൃഷ്ണൻ, സ്ഥാപന ഉടമ രാധാകൃഷ്ണപിള്ള എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. കച്ചാനവും ചുനക്കരയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ശ്രീലകം ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ ഇതോടെ പരാതിക്കാരുടെ പ്രവാഹമാണ്. 100-ലധികം ആളുകളാണ് സ്ഥാപനത്തിന്റെ തട്ടിപ്പിനിരയായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ബാങ്കുകളെക്കാൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് സാധാരണക്കാരായ ആളുകളിൽ നിന്നും ഇവർ സ്വർണം പണയമായി വാങ്ങിയത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം പണയപ്പെടുത്തിയ സ്വർണം പണം നൽകി തിരികെ എടുക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തറിയുന്നത്. ഉപഭോക്താക്കൾ എത്തുമ്പോൾ സ്വർണം ലഭ്യമല്ലെന്ന് പറഞ്ഞ് സ്ഥാപന അധികൃതർ ഒഴിവുകഴിവുകൾ പറയുകയും പിന്നീട് കബളിപ്പിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കുറത്തിക്കാട് പോലീസ് നിലവിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രാഥമിക നിഗമനമനുസരിച്ച് 100 പവനിലധികം സ്വർണം ഇത്തരത്തിൽ പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. അറസ്റ്റിലായ മാനേജർ ടിനു തമ്പാൻ അടക്കമുള്ളവർ കഴിഞ്ഞ 1 മാസത്തോളമായി ഒളിവിൽ കഴിയുകയായിരുന്നു. രജിസ്റ്റർ ചെയ്ത ഓരോ കേസിലും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം യുവമോർച്ച നേതാവ് ഉൾപ്പെട്ട ഈ സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിൽ കൂടുതൽ പ്രമുഖർ കുടുങ്ങുന്നതായാണ് സൂചന. യുവമോർച്ച ജില്ലാ ഭാരവാഹിയെ കൂടാതെ മറ്റ് 4 പേരെ കൂടി പോലീസ് കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ചുനക്കര പഞ്ചായത്ത് മുൻ അംഗവും യുവമോർച്ച ചാരുമൂട് മണ്ഡലം പ്രസിഡന്റുമായ രഞ്ജിത്ത്, ഷിബു എന്നിവർക്കും കണ്ടാലറിയാവുന്ന മറ്റ് 2 പേർക്കുമെതിരെ കുറത്തിക്കാട് പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. തട്ടിപ്പിൽ കൂടുതൽ BJP പ്രാദേശിക പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തട്ടിപ്പിനിരയായ കൂടുതൽ ആളുകൾ പരാതിയുമായി എത്തിയതോടെയാണ് കേസിന്റെ ആഴം വ്യക്തമായത്. ചുനക്കര കോമല്ലൂരും കച്ചാനം ഭരണിക്കാവ് ഇല്ലത്തുമുക്കിലും പ്രവർത്തിക്കുന്ന ശ്രീലകം ഫിനാൻസിന്റെ ശാഖകളിൽ വമ്പൻ വെട്ടിപ്പാണ് നടന്നത്. കച്ചാനം സ്വദേശിനി സുമാ വിനോദ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. വാർത്തകൾ പുറത്തു വന്നതോടെ പേരൂർക്കാരായ്മ സ്വദേശിനിയുടെ 25 പവനും കോമലൂർ സ്വദേശിനിയുടെ 4 പവനും നഷ്ടപ്പെട്ടതായി കാണിച്ച് പുതിയ പരാതികളും പോലീസിന് ലഭിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ കുറത്തിക്കാട് SHOയുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി പൂട്ടിയിട്ടിരുന്ന സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധനയും നടത്തി. മണിക്കൂറുകളോളം നീണ്ട പരിശോധനയിൽ വലിയ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. ചുനക്കരയിലെ ശാഖയിൽ അപ്രൈസറെ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളിൽ വലിയൊരു പങ്ക് മുക്കുപണ്ടങ്ങളാണെന്നും തെളിഞ്ഞു. യഥാർത്ഥ സ്വർണം വകമാറ്റി പകരം മുക്കുപണ്ടങ്ങൾ വെച്ചാണോ തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇടപാടുകളുടെ രജിസ്റ്ററും അനുബന്ധ രേഖകളും പിടിച്ചെടുത്ത പോലീസ് സ്ഥാപനം സീൽ ചെയ്തു. തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് രാഹുൽ രാധാകൃഷ്ണനും സംഘവും ആളുകളെ വലയിലാക്കിയതെന്ന് നാട്ടുകാരും തട്ടിപ്പിനിരയായവരും ആരോപിക്കുന്നു. BJP യുവമോർച്ച നേതാവെന്ന മേൽവിലാസം കാട്ടി പാവപ്പെട്ട നാട്ടുകാരെ വിശ്വസിപ്പിച്ച് സ്വർണം പണയപ്പെടുത്താൻ സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏകദേശം 2 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഇതിനോടകം നടന്നിട്ടുണ്ടെന്നാണ് കണക്കുകൂട്ടൽ.